ഇത് കുറെ മാംസവും ഒക്കെ ചേർത്ത് കൈയും കാലും ഉണ്ട്. കൈയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും, കാലുണ്ടെന്നും മനസ്സിലാവും. ബാക്കി ഭാഗങ്ങളെല്ലാം കൂടെ കൂട്ടി വെച്ച് ചാക്കുകെട്ട് പോലെ ഈ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഇതിനകത്തേക്ക് തള്ളി വെക്കുന്ന ഒരവസ്ഥയാണ്. മൃതശരീരത്തിൽ ഒരല്പം മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്റ്റിഫ്നെസ് അനുഭവപ്പെട്ടു തുടങ്ങും. റിഗർ മോർട്ടിസ് എന്നാണ് അതിനെ പറയുന്നത്. അത് കിട്ടിയാൽ നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. കമ്പയർ ചെയ്തിട്ട് നമുക്ക് അങ്ങനെയെങ്കിലും ഒന്ന് രണ്ട് പേരെ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ അതൊരു മാർഗ്ഗമാണ് എന്ന് പറയും. ഓരോ വിരലിനും വ്യത്യസ്തമാണ്. നമ്മുടെ ഈ രണ്ട് വിരലുകളും വ്യത്യസ്തമാണ്. അതെ, യുണീക്കാണ്. നമ്മൾ മരിക്കുന്നതോടെ നമ്മുടെ ഈ യുണീക്കായിട്ടുള്ള ഈ പ്രത്യേകത നമ്മളോടൊപ്പം അസ്തമിക്കുകയാണ്. പിന്നെ അടുത്ത് ഉണ്ടാകുന്ന ഇത് വീണ്ടും ഒരു പുതിയ പാറ്റേൺ രീതിയുമാണ്. അതല്ല, നിങ്ങൾ ഈ ഡെഡ് ബോഡി നിങ്ങൾ ഫൈൻഡ് ചെയ്ത് തെറ്റിപ്പോയത് അത് നിങ്ങൾ കൈമാറിയത് കുറുപ്പിൻ്റെ ഈ രഘുനാഥകുറുപ്പിൻ്റെ ബോഡി അല്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പുറ്റിങ്കൽ വെടിക്കെട്ടുമായി ഉണ്ടായ ദുരന്തം നമ്മൾ പറയുകയുണ്ടായി. അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ആണ് ശ്രീ ഷിബു അലമൂട് പറഞ്ഞത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലുണ്ടായ ചില പ്രധാന കാര്യങ്ങൾ വിവരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ സംഭവത്തിൻ്റെ ഒരു പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ താങ്കളുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് നമ്മളൊന്ന് പറയാൻ ആരംഭിച്ചത്. അത് എന്തായിരുന്നു? അത് ഞാൻ കഴിഞ്ഞ തവണ സൂചിപ്പിച്ചിരുന്നല്ലോ. നമ്മുടെ വെള്ളടയാള പരിശോധന എന്ന് പറയുന്നത് തിരിച്ചറിയപ്പെടാത്ത ഡെഡ് ബോഡികൾ ഇങ്ങനൊരു ഏതൊരു കാഷ്വാലിറ്റി വന്നാലും ഇപ്പോൾ തിരിച്ചറിയപ്പെടാതെ ഒരു അൺഐഡൻറ്റിഫൈഡ് ഡെഡ് ബോഡി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കടത്തണയിലൊക്കെ മരിച്ചു കിടക്കുമ്പോൾ പോലും അത് നമ്മൾ ശേഖരിച്ച് വെക്കാറുണ്ട്. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. ചിലപ്പോൾ ചില കേസുകളിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായിരിക്കാം. പോലീസിൻ്റെ കയ്യിൽ തന്നെ അവരുടെ വെള്ളടയാള രേഖ ഉണ്ടായിരിക്കാം. അപ്പോഴൊക്കെ ഇവർ പെട്ടെന്ന് പരിശോധിച്ച് ആരാണെന്ന് തിരിച്ചറിയാനൊക്കെ ഉപകരിക്കുന്നതാണ്. അങ്ങനെ അതെടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പുറ്റിങ്ങൽ സംഭവത്തിലും നമ്മളിങ്ങനെ ശേഖരിച്ചിട്ട് വളരെ നമ്പറിട്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒടുവിൽ കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ അവിടെ ഇരുന്ന ഒരു 6 ഡെഡ് ബോഡികൾ തിരിച്ചറിയപ്പെടാനായിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഡെഡ് ബോഡി എന്ന് പറയുമ്പോൾ നമുക്കുള്ള സങ്കല്പം നമ്മളിപ്പം മാറ്റേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഭാണ്ഡക്കെട്ടുകളാണ്. ഇത് കുറെ മാംസവും ഒക്കെ ചേർത്ത് കൈയും കാലും ഉണ്ട്. കൈയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും, കാലുണ്ടെന്നും മനസ്സിലാവും. ബാക്കി ഭാഗങ്ങളെല്ലാം കൂടെ കൂട്ടി വെച്ച് ചാക്കുകെട്ട് പോലെ ഈ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഇതിനകത്തേക്ക് തള്ളി വെക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് 5 ദിവസം 6 ദിവസമായിട്ടും ഇത് തിരിച്ചറിയപ്പെടാനുള്ള ഇതില്ല. അതേസമയം ഇത് അവിടുന്ന് ഇങ്ങനെ ഏകദേശം സാമ്പിളുകൾ ഒത്തുവരുന്നത് നോക്കി ഒന്നിച്ചെടുത്ത് കെട്ടി എന്നേ പറയാൻ കഴിയൂ. കാരണം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ, രണ്ടിടത്ത് കാലം ഒന്നിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ അതിനകത്തുണ്ട്. അപ്പോൾ ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതേ സമയം വെടിക്കെട്ട് അപകടം കാണാൻ പോയിട്ട് തിരിച്ചു വരാത്ത ആളുകളുമുണ്ട്. അപ്പോൾ ഇവരുടെ വീട്ടുകാർ തങ്ങളുടെ ഈ പോയ ആൾ മരിച്ചോ ഉണ്ടോ, അത് ഈ ഡെഡ് ബോഡിയിൽ ഏതെങ്കിലും നമുക്ക് ഇയാളുടേതാണോ എന്നൊരു ആശങ്കയോടെയും വല്ലാത്തൊരവസ്ഥയിലാണ് ഈ ബന്ധുക്കൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അത് പരവൂർ ആള് വീട്ടിലെത്തിയിട്ടില്ല, മരിച്ചോന്ന് അറിയാൻ കഴിയും. ഡെഡ് ബോഡിയും ഉണ്ട്. അതേസമയം തിരിച്ചറിയപ്പെടുന്ന ഡെഡ് ബോഡി തങ്ങളുടേതാണോ എന്നുള്ളതാണ്, തങ്ങളുടെ ആളിൻ്റേതാണോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇത് ഞങ്ങൾ നമ്മൾ ഈ ബോഡിയുടെ വെള്ളടയാളം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്ക് ഈ പ്രത്യേക അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് വെള്ളടയാളം എടുക്കണമെങ്കിൽ പ്രത്യേകിച്ച് റിഗർ മോർട്ടിസ് ഒക്കെ എന്ന് പറയുന്നത്, അതായത് വഴക്കമില്ലാത്ത മൃതശരീരത്തിൽ ഒരല്പം മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്റ്റിഫ്നെസ് അനുഭവപ്പെട്ടു തുടങ്ങും. റിഗർ മോർട്ടിസ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ അത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും വന്ന് ആ റിഗർ മോർട്ടിസ് എന്ന് പറഞ്ഞ അവസ്ഥ നഷ്ടപ്പെടും. എങ്കിലും ഈ വിരൽ നമുക്ക് അതിൽ നിന്ന് വെള്ളടയാളം ശേഖരിക്കുന്നതിന് പ്രായോഗികമായിട്ട് ആ ഒരു അവസ്ഥയിലുള്ള ശരീരത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഒഴിവാക്കാനാത്ത സാഹചര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഈ വിരൽ ആംബ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഫോർമാലിലിട്ട് തരാനായിട്ട് പോസ്റ്റ്മോർട്ടം വേളയിലും മറ്റും ഡോക്ടറോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുക. പോലീസ് ആവശ്യപ്പെടും, രേഖാമൂലം ആവശ്യപ്പെടുമ്പോൾ അവരത് ചെയ്തു തരും. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങൾ വേണം. മറുവശത്ത് തിരിച്ചറിയപ്പെടാത്ത ഡെഡ് ബോഡി തിരിച്ചറിയുന്നതിന് DNA പരിശോധനയുണ്ട്. അപ്പോൾ DNA പരിശോധനയ്ക്ക് സാമ്പിൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ DNA പരിശോധനയ്ക്ക് സാമ്പിൾ എടുക്കുന്നതിന് പോലീസ് അധികാരികളെ അവരുടെ രേഖാമൂലം അതിൻ്റെ വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ട്. അവർ വരും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ജനങ്ങളെ ഈ
ആശങ്കയിൽ നിൽക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ ഒരു മാർഗവുമില്ല. അപ്പോൾ ഇത് അവരുടെ ബിലോങ്ങിങ്സ് കിട്ടിയതൊക്കെ നിരത്തി വെക്കുക, അങ്ങനെയുള്ള വളരെ വയലൻ്റായി നിൽക്കുന്നു. വളരെ വയലൻ്റാണ്, വളരെ വയലൻ്റാണ്. പോലീസ് ഇതൊന്നും എന്താ നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്യുന്നതാണ് അവർ ധരിക്കുന്നത്. പക്ഷേ പോലീസിന് അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു പോലീസ് സൂപ്രണ്ടിന് ചാർജ് ഉണ്ട് അവിടെ. അപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ അദ്ദേഹം IPS കിട്ടിയ കൃഷ്ണകുമാർ സാറാണെന്ന് എൻ്റെ ഓർമ്മ, അദ്ദേഹമൊക്കെ അവിടെയുണ്ട്. അപ്പം അവരോട് ഞാൻ പറഞ്ഞു, സാർ നമുക്ക് ഒരു മാർഗം ചെയ്യാം, ഈ വെല്ലടയാളം നമുക്ക് ആംബ്യൂട്ട് ചെയ്ത് അവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ എടുത്തിട്ട് ഈ നമുക്കൊരു പബ്ലിക്കിനെ അറിയിക്കാം, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഈ പ്രമാണം ഇവരെ എപ്പോഴും വെല്ലടയാളം പതിപ്പിച്ച്, സ്വാഭാവികമായിട്ട് നമുക്കറിയാം രജിസ്റ്റർ ഓഫീസിൽ വെല്ലടയാളം പതിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് കിട്ടിയാൽ നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. കമ്പയർ ചെയ്തിട്ട് നമുക്ക് അങ്ങനെയെങ്കിലും 1-2 പേരെ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ അതൊരു മാർഗ്ഗമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു, അത് നല്ലൊരു ഐഡിയയാണ്, ഒരു കാര്യം ചെയ്ത് പ്രസ് റിലീസ് തയ്യാറാക്കുമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ തന്നെ പെട്ടെന്ന് തന്നെ എഴുതി തയ്യാറാക്കി, ഇങ്ങനെ ഈ വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് എഴുതി തയ്യാറാക്കി പത്രത്തിന് കൊടുക്കുകയും അടുത്ത ദിവസം അത് പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തു പത്രത്തിന്. അപ്പോൾ ഇത് വായിച്ച ഈ സംഭവം നമ്മൾ ഈ വന്നവരോടും പറഞ്ഞിരുന്നു. അവർ ഒരു 1-2 കുടുംബക്കാർ പ്രമാണം കൊണ്ടുവന്നു. ഇങ്ങനെ അദ്ദേഹം ഈ മരിച്ച് കാണാതായിരിക്കുന്ന ആള് ചെയ്തിട്ടുള്ള പ്രമാണം ആണ്. അതിൽ അദ്ദേഹത്തിന്റെ വെല്ലടയാളം ഉണ്ടല്ലോ. അപ്പൊ ഇത് പ്രമാണത്തിന്റെ പുറകിലത്തെ പേജിൽ വെല്ലടയാളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്നു. അപ്പോൾ അത് നോക്കി കമ്പയറബിളാണ്, പരിശോധിക്കാൻ പറ്റുന്ന എളുപ്പമായി. ഞങ്ങൾ വിചാരിച്ച് വളരെ ഇതായി പെട്ടെന്ന് കണ്ടുപിടിക്കാം. അത് മാത്രമല്ല ഇത്തരത്തിൽ വെല്ലടയാളത്തിൻ്റെ ഒരു സാധ്യത ഇങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ള പബ്ലിക്കിനെ അറിയിക്കുക. അത് ഈ വളരെ അപൂർവം സന്ദർഭങ്ങളിലാണ് അത് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് പബ്ലിക്കിനെ അറിയിക്കുക. അപ്പോൾ അതിൽ വെല്ലടയാളത്തിൻ്റെ പ്രാധാന്യം അത് പബ്ലിക്കിന് ഒരു അവയർനെസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കൊടുക്കാനും പറ്റും. ഇതൊരു സന്ദേശമായിട്ട് മാറി ഈ സംഭവം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. അപ്പോൾ ഈ കാര്യം പറഞ്ഞു തന്നെ പോലീസ് നമ്മൾ രേഖാമൂലം ആശുപത്രി അധികൃതരെ അറിയിച്ചു. അവർ ഈ വിരൽ ആംബ്യൂട്ട് ചെയ്തിട്ട് ഈ ഡെഡ് ബോഡിയിൽ നിന്ന് ഫിംഗർ ആംബ്യൂട്ട് ചെയ്ത് ഫോർമാലിൽ കളക്ട് ചെയ്ത് നമ്പറൊക്കെ ഇട്ട് കൃത്യമായിട്ട് ഞങ്ങൾക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പം ഞാൻ വളരെ താല്പര്യത്തോടെ അത് നോക്കിയപ്പോഴാണ് ഒരു വലിയ നിരാശ തോന്നി. കാരണം ഈ തള്ളവിരൽ, ഈ ഒന്നിലേറെ ബോട്ടിലുകളുടെ തള്ളവിരലിൻ്റെ ഈ മുൻവശത്തുള്ള ഈ സ്കിൻ, അതായത് നമ്മുടെ ഈ ഫ്രിക്ഷൻ സ്കിന്നിലാണ് ഈ പ്രത്യേകതകളുള്ളത്. നമ്മൾ ഈ പറഞ്ഞ യുണീക്ക് എന്ന് പറയാവുന്ന പ്രത്യേകതകളുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇളകി മാറി കിടക്കുകയാണ്. അപ്പോൾ 2 കാരണങ്ങളുണ്ട്. അത് ഈ ആഘാതത്തിൽ സമയം കഴിഞ്ഞതുകൊണ്ടുമാണ്. അപ്പോൾ ഇളകി കിടക്കുകയാണ്. അപ്പോൾ ഇളകി കിടക്കുന്ന സ്കിന്നിനെ സംബന്ധിച്ച് ഞങ്ങളുടെ അനുഭവം നമുക്കുണ്ട്. നമ്മളിത് വല്ലാതെ ബ്രിട്ടിലായ സാധനമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഇലാസ്റ്റിസിറ്റി അതിനില്ല. അപ്പോൾ ഇത് ഏത് ഷേപ്പിലാണ് ഇരിക്കുന്നത് അതേ ഷേപ്പിലാണ് ഇത് ഇളകി കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നിവർത്താൻ കഴിയില്ല. നിവർത്തി കഴിഞ്ഞാൽ ഇത് കീറിപ്പോവും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വളരെ ബ്രിട്ടിലായ ഒരു സാധനമാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇതിന് എങ്ങനെ ഇപ്പം നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് ഇതിനെ സ്പർശിച്ച്, അതായത് ഏതെങ്കിലും ഒരു പരന്ന പ്രതലത്തിൽ നമുക്ക് ഒരു സെല്ലോ ടൈപ്പിൽ, സാധാരണ ഒരു ഹൈ ക്വാളിറ്റി ഗമ്മുള്ള സെല്ലോ ടൈപ്പ് ഉണ്ട്. ആ സെല്ലോ ടൈപ്പിലേക്ക് നമുക്ക് ഇതിലേക്ക് ചില കെമിക്കൽസ് പുരട്ടിയതിന് ശേഷം ആ സെല്ലോ ടൈപ്പിലേക്ക് അമർത്തിയിട്ടെടുക്കുമ്പോൾ ഇതിലെ ഫ്രിക്ഷൻ സ്കിന്നിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയുന്നതെല്ലാം അതിനകത്ത് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ എടുക്കണമെങ്കിൽ ഇതിനെ പ്രഷർ ചെലുത്തണം. പ്രഷർ ചെലുത്തിയാൽ ഇതിനൊരു ഷേപ്പ് വേണം. അപ്പോൾ കീറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇതിനെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചു. കാരണം ഇതിനൊന്നും പൂർവ്വ മാതൃകകളില്ല. നമ്മുടെ സ്വന്തമായ ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള ചില അപ്പം തോന്നുന്ന ബുദ്ധി പ്രായോഗികമായ കാര്യം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാനിതിങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം ഞാനായിട്ട് ഹോട്ടലിലേക്ക് ചെന്ന് അവിടെ നിന്ന് ഭക്ഷണം തൊട്ടടുത്ത് തന്നെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു അമ്മയും കുട്ടിയായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയെ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച സിന്തറ്റിക് ക്ലേ ഉണ്ട്. അത് പല നിറത്തിൽ കുട്ടിയെ കളിക്കാനായിട്ട് രൂപങ്ങളൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കും. അത് ഈ കൊച്ചു വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ വന്നു. ഇതിങ്ങനെ ഈ ക്ലേ വാങ്ങിച്ചിട്ട്, സിന്തറ്റിക് ക്ലേ വാങ്ങിച്ചിട്ട് നമുക്ക് ഈ സ്കിന്നിന്റെ പുറത്തേക്ക് പുറകുവശത്ത് ഇത് അപ്ലൈ ചെയ്തിട്ട്, അതായത് വിരലിന് പകരം ഈ വിരൽ കൊടുക്കുന്ന ആ ഒരു ബലം ഈ സ്കിന്നിന് കിട്ടാനായിട്ട് ക്ലേ കൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യുക. എന്നിട്ട് ഗ്ലൗസ് ഇട്ട് നമ്മുടെ വിരലിൽ തന്നെ ഇത് ചേർത്ത് വെച്ചുകൊണ്ട് എടുത്തു നോക്കാം. അപ്പം നമ്മുടെ വിരലിന് ഒരു ലെയർ, നമ്മുടെ വിരൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, ആ വിരലിൻ്റെ പുറത്ത് ഈ ക്ലേയുടെ ഒരു കോട്ടിങ് ഉണ്ട്, അതിന് പുറത്ത് ഈ സ്കിന്ന് വയ്ക്കും. അപ്പോൾ ഈ സ്കിന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഈ കെമിക്കൽ പൗഡർ ഓസ്ട്രി ഫെദർ ബ്രഷാണ്, വളരെ സോഫ്റ്റായ ബ്രഷാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിനെ പുരട്ടിയതിന് ശേഷം എന്നിട്ട് ഈ സെല്ലോ ടൈപ്പിൽ സ്റ്റിക്കി ആയിട്ടുള്ള ഭാഗത്ത് പതിപ്പിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രിന്റ് കിട്ടും. അപ്പോൾ അങ്ങനെ വാസ്തവത്തിൽ അത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്തു. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടുതലുള്ളവരെല്ലാം എല്ലാം സഹകരിക്കുകയാണ്. ഞാൻ ഈ പറയുന്നതൊന്നും എൻ്റെ വ്യക്തിപരമായ ഒരു ഇതൊന്നും ഞാൻ പറയല്ല. ആ ഐഡിയ വന്നത് എനിക്കാണ്. എന്തായാലും ഞങ്ങളത് ചെയ്തു കൃത്യമായിട്ട് പ്രിന്റ് പതിപ്പിച്ചെടുത്തിട്ട് പ്രമാണത്തിലുള്ള വിരലുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഈ നമ്മൾ അന്ന് രാവിലെ പത്രത്തിൽ വലിയൊരു വാർത്തയായിട്ട് കിടക്കേണ്ടത് ഈ പൊഴിക്കര പ്രദേശത്തുള്ള രഘുനാഥ കുറുപ്പ് എന്ന് പറയുന്ന
അദ്ദേഹത്തിനെ ഇതുവരെ കാണാനില്ല, ആശങ്കയുടെ മുൾമുനയിൽ വീട്ടുകാർ എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വന്നതാണ്. വലിയ വാർത്ത, അദ്ദേഹത്തിൻ്റെ പടമെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രമാണമാണ് ഒരെണ്ണം. അപ്പോൾ ഈ രണ്ടിൽ മറ്റൊരെണ്ണം നമുക്ക് ഡെഡ് ബോഡിയുടെ കൂടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വെള്ളടയാളം നമുക്ക് ഈ പ്രമാണത്തിലുള്ള വെള്ളടയാളം ഏറ്റവും വിവാദമായ വിഷയം തന്നെ നമുക്കത് കണ്ടെത്താൻ കഴിയും. അപ്പോൾ എനിക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വളരെ, അതായത് ഈ വിരലടയാളം എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു സക്സസ്, അതിൻ്റെ അതുകൊണ്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ ടൂൾ അത് എത്രമാത്രം സക്സസ്ഫുൾ ആയി എന്നുള്ളത് എനിക്ക് വലിയൊരു അഭിമാനം തോന്നി. കാരണം ഞാൻ ചോദിച്ചു എനിക്കത് കണ്ടെത്താൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ്. ഇത്രയും ആളുകളുടെ ഒരു ആശങ്കയുടെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ചെയ്യാൻ കഴിഞ്ഞല്ലോ. അത് മാത്രമല്ല ആ ഐഡിയ ഉണ്ടായത് എനിക്കായതുകൊണ്ട് എനിക്ക് വലിയ സംതൃപ്തി തോന്നി. അപ്പം ഞാനത് കണ്ടെത്തി ആ വിവരം അപ്പം തന്നെ. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരുണ്ട്, അവരെല്ലാം കണ്ടു. അതെല്ലാം നമുക്ക് ബിയോണ്ട് ഡൗട്ട് നമുക്കത് ബോധ്യപ്പെട്ടു ഒന്നാണെന്ന്. ഇപ്പം രണ്ട് പേരുടെ ഒന്നാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ആവശ്യമുള്ള 8 ഐഡന്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ എന്താണ് ഈ 8 ഐഡന്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അല്ല, അങ്ങനെയല്ല. 8 ഐഡന്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു വെള്ളടയാളത്തിനും നിരവധി യുണീക്കായ പ്രത്യേകതകൾ കാണും. അപ്പോൾ യുണീക്കായ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വെള്ളടയാളങ്ങളുണ്ട്, അത് മറ്റൊരു പറയാനുള്ളതാണ്. 8 തരത്തിൽ അല്ല, 8 തരത്തിൽ കാണാവുന്നില്ല. 8 തരത്തിൽ കാണാവുന്നില്ല. ഇപ്പോൾ വെള്ളടയാളം എന്ന് പറയുന്നത് വേറൊരു അവസരത്തിൽ നമുക്ക് വിശദമായി പറയാവുന്നതാണ്. അപ്പോൾ പറയാമെന്ന് കരുതുന്നു. അതിപ്പോൾ ഇതിനകത്ത് ഫ്രിക്ഷൻ സ്കിന്നിലുള്ള റിഡ്ജസ് ഉണ്ട്. അപ്പോൾ റിഡ്ജസും ഫറോസുമാണ്. 2 റിഡ്ജ് എന്ന് പറയുന്നത് എലിവേറ്റഡ് ആയിട്ടുള്ള വരകളാണ്. അതിനിടയിലുള്ള കുഴിഞ്ഞ പ്രദേശമാണ് ഫറോ. അപ്പോൾ നമുക്ക് ഈ ഫറോ ഉണ്ടെങ്കിൽ മാത്രമേ 2 റിഡ്ജിനെയും ഡിമാർക്കേറ്റ് ചെയ്യാൻ പറ്റൂ. ഫറോയും റിഡ്ജ് തമ്മിൽ വ്യത്യാസമില്ലായിരുന്നാൽ നമുക്ക് അതിലൊരു ഇംപ്രഷൻ എടുക്കുമ്പോൾ ഒരേപോലെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ വരകളാണ്. ഈ വരകൾ എലിവേറ്റഡ് പൊസിഷനിൽ സ്വെറ്റ് പോർസ് വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്നാണ് സ്വെറ്റ് പുറത്ത് വരികയും അങ്ങനെയാണ് വെള്ളടയാളം പതിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ റിഡ്ജസിൻ്റെ ആ റിപ്ലിക്ക ഒരു മിറർ ഇമേജ് ആണ് നമുക്ക് വാസ്തവത്തിൽ ഫിംഗർ പ്രിന്റ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അല്ലേ? ഓരോ വിരലിലും വ്യത്യസ്തമാണ്. നമ്മുടെ ഈ 2 വിരലുകളും വ്യത്യസ്തമാണ്. 10 വിരലിലും അതെ, യുണീക്കാണ്. നമ്മൾ മരിക്കുന്നതോടെ നമ്മുടെ ഈ യുണീക്കായിട്ടുള്ള ഈ പ്രത്യേകത നമ്മളോടൊപ്പം അസ്തമിക്കുകയാണ്. പിന്നെ അടുത്തുണ്ടാകുന്ന ഇത് വീണ്ടും ഒരു പുതിയ പാറ്റേൺ രീതിയുമാണ്. ജനറലായിട്ട് ഫിംഗർ പ്രിന്റിലെ പാറ്റേൺസ് ഉണ്ടാവാം, പെട്ടെന്ന് അത് ഒന്നാണെന്ന് തോന്നാം. പക്ഷേ നമ്മൾ ഇത് രണ്ടും എന്ന് പറയുന്നത് ദൈവത്തിന്റെ അത്ഭുത സൃഷ്ടിയാണല്ലോ അല്ലേ? ഇത് അത്ഭുതമാണ്. പക്ഷേ അത്ഭുതമാണെന്ന് പറയുമ്പോഴും പ്രകൃതിയിൽ ഇത് മാത്രമല്ല അത്ഭുതം. അത് നമ്മൾ വെള്ളടയാളത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും വരത്തില്ല എന്ന് എല്ലാവരും ആകാംക്ഷയോടെ ചോദിക്കാറുണ്ട്. സിമ്പിളായിട്ട് ഞാൻ ചോദിക്കുക, 2 തണ്ണിമത്തൻ്റെ പുറത്തുള്ള ഡിസൈൻ രണ്ടും ഒരുപോലെയല്ല. അത് ശരി. നിങ്ങൾക്ക് 2 തണ്ണിമത്തം നോക്കുമ്പോൾ ഒരുപോലെയാണ് ഡിസൈൻ എന്ന് തോന്നുന്നത്. പുറത്തുള്ള ഡിസൈൻ ഉണ്ടല്ലോ, പച്ച നിറം ഇളം പച്ച നിറത്തിനുമുള്ള ആ ഡിസൈൻ ഒരുപോലെയല്ല. 2 കടുവയുടെ പുറത്തുള്ള വര ഒരുപോലെയല്ല. 2 സീബ്രയുടെ പുറത്തുള്ള വര ഒരുപോലെയല്ല. അതാണ് യുണീക്നെസ് എന്ന് പറയുന്നത്. പ്രകൃതി ഒന്നിനെയും നേച്ചർ നെവർ ഡ്യൂപ്ലിക്കേറ്റ്സ്, ഒരിക്കലും അത് ആവർത്തിക്കുന്നില്ല. അതിലൊന്ന് മാത്രമാണ് വെള്ളടയാളം. ഒക്കെ ഈ പ്രത്യേകതകളുണ്ട്. പ്രകൃതിയേക്കാൾ വലിയൊരു കലാകാരൻ ഈ ലോകത്തില്ല. ഇല്ല. പ്രകൃതിയുടെ അത്ഭുതകരമായ ഒരു എന്താണ് അത് ഒരു. അപ്പോൾ ഈ 800 കോടി ജനങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ ഈ 800 കോടിയും പിന്നെ വ്യത്യസ്തമായ, അതുകൊണ്ടാണ് നമ്മൾ ഒരു പോയിന്റിൽ മാത്രം യുണീക്കായ വെള്ളടയാളത്തിലെ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടല്ല നമ്മൾ പരിശോധിക്കുന്നത്. 2 പോയിന്റ് നമ്മൾ എടുക്കും. അപ്പോൾ 2 പോയിന്റ് എടുക്കുമ്പോൾ എന്താണ്, ആ 2 പോയിന്റും സ്ഥാനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്ന് നോക്കും. അപ്പോൾ നമ്മുടെ സാധാരണ വിരലിൽ ഇത്രയും ഒരു ഏരിയ നമ്മൾ എടുക്കുമ്പോൾ 50ഓളം യുണീക്കായിട്ടുള്ള പ്രത്യേകതകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ യുണീക്കായ പ്രത്യേകതകൾ ഒരു സ്ഥലത്ത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യത 1/50 ആണല്ലോ. 1/50 ആണല്ലോ. അപ്പോൾ 2 പ്രത്യേകതകൾ അതാതിൻ്റെ സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വരണമെങ്കിൽ 1/50 × 1/50 ആണ് പ്രോബബിലിറ്റി. അപ്പോൾ 1/2500 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 2 പ്രത്യേകതകൾ മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2 വെള്ളടയാളങ്ങളിൽ അവ ആവർത്തിച്ച് വരാനുള്ള സാധ്യത 2500 ഒരു ഭാഗം മാത്രമാണ്. അതാണ് ആ പ്രോബബിലിറ്റി. വീണ്ടും നമ്മൾ 1/50 മൂന്നാമതൊരു പോയിന്റിനെ പരിഗണിച്ചാൽ ഈ 3 പോയിന്റും അതാത് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വരാനുള്ള സാധ്യത 1/50 × 1/50 × 1/50 ആണ്. ഇങ്ങനെ നമ്മൾ വളരെ തുലമാണ് എന്നാണ്. അങ്ങനെ നമ്മൾ 8 പോയിന്റാണ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിയോണ്ട് ഔട്ട് ലോകത്തുള്ള പോപ്പുലേഷൻ മൊത്തം എടുത്താലും അത് ഇതിന് സാമ്യമായിട്ട് വേറൊന്നും വരില്ല. അതാണിത് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ തരത്തിൽ അതുകൊണ്ട് ഇതൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഇത് ശാസ്ത്രീയമായ സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവ് ചെയ്താണ് പറയുന്നത്. പലപ്പോഴും കോടതിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അഡ്വക്കേറ്റുമാരൊക്കെ ഇതിങ്ങനെ ഒരിക്കലും വരില്ല എന്നൊക്കെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ വ്യക്തതയോടെ സ്റ്റാറ്റിസ്റ്റിക്കലി അത് പ്രൂവ് ചെയ്ത് കൊടുക്കുക അവർക്ക്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ആ ഒരു ചോദ്യം വരുന്നില്ല. നമ്മളീ പറഞ്ഞു വന്ന വിഷയം ഈ ഇദ്ദേഹത്തിൻ്റെ ഈ രഘുനാഥക്കുറുപ്പിൻ്റെ വെള്ളടയാളം. അപ്പോൾ കറസ്പോണ്ടിങ് ആയ ബോഡി രഘുനാഥക്കുറുപ്പിൻ്റെ ആണല്ലോ. അപ്പോൾ ഈ കാര്യം രേഖാമൂലം നമ്മൾ ഒഫീഷ്യലി ഞങ്ങൾ അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു.
അവർ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പോലീസ് ഏറ്റുവാങ്ങി ബന്ധുക്കൾക്ക് ബോഡി വിട്ടുകൊടുത്തു. ബോഡി വീട്ടിലെത്തി. സ്വാഭാവികമായിട്ട് ഹിന്ദു മത ആചാരപ്രകാരം അവരത് സംസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് അത്. പക്ഷേ ഇതിൻ്റെ ആൻറ്റി ക്ലൈമാക്സ് വരാനിരിക്കുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് പാരലായിട്ട് ഫിംഗർ പ്രിൻ്റ് എടുത്തതുപോലെ DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ DNA പരിശോധനയ്ക്ക് സാമ്പിൾ കളക്ട് ചെയ്തിട്ട് അവർ പരിശോധിച്ചതിന് ശേഷം അവരുടെ റിസൾട്ട് പോലീസിന് കൈമാറുമല്ലോ. ഞാൻ ട്രെയിനിൽ തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറിനെ വിളിച്ചു. അപ്പോൾ ജയശങ്കർ സാറാണ്, അദ്ദേഹം ഇപ്പോഴും സർവീസിലുണ്ട്, IPS കിട്ടി. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഷിബു നിങ്ങളുടെ ഫൈൻഡിങ് തെറ്റിപ്പോയാലും വലിയൊരു പ്രശ്നം ഉണ്ടായല്ലോ. ഓ അത് ശരി. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ശരിയല്ല. ഞാൻ എന്താണ് സാർ, എന്ത് വിഷയമാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതല്ല, നിങ്ങൾ ഈ ഡെഡ് ബോഡി നിങ്ങൾ ഫൈൻഡ് ചെയ്ത് തെറ്റിപ്പോയത് അത് നിങ്ങൾ കൈമാറിയത് കുറുപ്പിൻ്റെ ഈ രഘുനാഥ് കുറുപ്പിൻ്റെ ബോഡി അല്ല എന്ന് പറഞ്ഞു.